avoided. Hmm. 109. Which one of the following is not a libel? Hmm. Sounds or gestures? Hmm. യെസ്. ദിയമോള് വായിച്ചേ. 108. Inevitable accident means an unexpected injury which could not have been foreseen and avoided. ഉം. 109. Which one of the following is not a label? Sound or gesture? ആ ജൂലിയോള് വായിച്ചേ. Which one of the following is not a label, sounds, or gestures? ആ കാർത്തിക നമുക്ക് വായിക്കാൻ പറ്റുമോ? Sir. വായിച്ചോളൂ, കേൾക്കട്ടെ. Inevitable accident means an unexpected injury which could not have been foreseen and avoided. യെസ്. 109. Which one of the following is not a label, sounds, or gestures? യെസ്. നെക്സ്റ്റ് 110 ആൻഡ് 11 അല്ലേ? യെസ്. റൈറ്റ് ഇൻ റം. നമ്മൾ പറഞ്ഞു റം അടിക്കാനുള്ള റൈറ്റ് ഈസ് എ റൈറ്റ് എഗൻസ്റ്റ് ഡാഷ്. റൈസ്റ്റ് എഗൻസ്റ്റ് എവരി വൺ അല്ലേ? എൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞേ? മക്കളെ എൻ്റെ എക്സാമ്പിൾ എന്താ പറഞ്ഞേ? Everyone. അതല്ല ചോദിച്ചാൽ എൻ്റെ ഉദാഹരണം എന്താ പറഞ്ഞതെന്ന്. കടലില് മീൻ ആ പിടിക്കാൻ കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന അവകാശം എല്ലാവർക്കും ഉണ്ട്, ആർക്കും തടയാൻ പറ്റത്തില്ല. പക്ഷെ അതിന് ലൈസൻസ് എടുക്കണം, അത് വേറെ കാര്യം കേട്ടോ. യെസ്. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താ? 111. ദ വേർഡ് ജൂറിസ്പ്രുഡൻസ് ഈസ് ഡാഷ് originated from the Latin term അല്ലേ? jurisprudence originated from a Latin term jurisprudence. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് രണ്ടെണ്ണം ഒന്ന് വായിച്ചേ. ജിഷു വായിക്ക്. നമ്മൾ മുമ്പേ പഠിപ്പിച്ചതാ. 110. Right in rum is a right against everyone. 111. The word jurisprudence is of dash origin, Latin. യെസ്, വായിക്കൂ ദിയമോളെ. 110. Right in rem is a right against everyone. The word jurisprudence is of Latin origin. യെസ്. ജൂലി വായിച്ചേ. Right in rem is a right against everyone. The word jurisprudence is of Latin origin. യെസ് യെസ് യെസ്. കാർത്തി വായിക്കൂ. Right in rem is a right against everyone. The word jurisprudence is of dash origin Latin. അത് എവരി വൺ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് റൈറ്റ് അഗൻസ്റ്റ് ഹോൾ വേൾഡ് എന്നും കൂടെ പഠിക്കണം. എന്ത് മനസ്സിലായി? റൈറ്റ് അഗൻസ്റ്റ് ഹോൾ വേൾഡ്. ഓക്കെ. ലോകത്തിലെ ഒരു ശക്തിക്കും തടയാൻ പറ്റാത്ത റൈറ്റാണ് റൈറ്റ് ഇൻ റം എന്ന് പറയുന്നത്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ലോകത്തിലൊരു ശക്തിക്കും തടയാൻ പറ്റാത്ത റൈറ്റാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും സർക്കാരിന് മാത്രമല്ല കോടതിക്ക് പോലും നിഷേധിക്കാൻ പറ്റില്ല. യെസ്. അടുത്തത് റേഷ്യോ ഡിസിഡൻസി, റീസൺ ഓഫ് ഡിസിഷൻ. റേഷ്യോ ഡിസിഡൻറ്റി എന്താ? റീസൺ ഓഫ് ഡിസിഷൻ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ മക്കളെ റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ നിയമവാഴ്ച എന്ന് പറയും. ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോരോ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റൂൾ ഓഫ് ലോ ഇല്ലെന്ന് മനസ്സിലാവും. ഇവിടെ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് കോവിഡ് ബാധിച്ചു. ആംബുലൻസിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി, വഴിയിലിട്ട് ബലാത്സംഗം ചെയ്തു.
അവനെ അറസ്റ്റ് ചെയ്യുമെന്നും അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നു. എന്ത് റൂൾ ഓഫ് ലോയാണ് ഉള്ളത്? യെസ്, റെലവൻ്റ് ലോ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? റെലവൻ്റ് ലോ, ഇന്ത്യയിലെ റെലവൻ്റ് ലോ എന്ന് പറയുന്ന ഒരെണ്ണം IPC ആണ്. IPCക്കകത്ത് തന്നെ ഒരു കുറ്റം ചെയ്താൽ അതിനകത്ത് നർക്കോട്ടിക്സ് ആക്ട് പ്രകാരം കുറ്റം ചെയ്യുന്നത്, കഞ്ചാവ് അടിച്ച് നടക്കുകയാണ്, IPCയോടൊപ്പം നർക്കോട്ടിക് ആക്ട് വരും. അപ്പോൾ അവിടുത്തെ ആക്ട് റെലവൻ്റ് ലോ എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക് ആക്റ്റാണ്. ഓക്കെ, പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റേപ്പ് ചെയ്താൽ IPC ആണ് ആദ്യത്തെ നിയമം, പോക്സോയാണ് റെലവൻ്റ് ലോ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാട്ട് ഈസ് റെലവൻ്റ് എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി ഉണ്ടാക്കിയ സ്പെഷ്യൽ ആക്ടിനെയാണ് നമ്മൾ റെലവൻ്റ് എന്ന് പറയുന്നത്. പിടികിട്ടി അല്ലേ? റെലവൻ്റ്. ഇപ്പോൾ റേഷ്യോ ഡിസിഡൻസി എന്ന് പറഞ്ഞാൽ റീസൺ ഫോർ ഡിസിഷൻ. കാണാതെ പഠിച്ചോണം. പ്രത്യേകിച്ചും ഇപ്പോൾ LLBക്ക് അഡ്മിഷൻ കിട്ടിയവർ നല്ലപോലെ പഠിച്ചോണം. കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജുകളിൽ ഒരു ലീഗൽ ടേം പറഞ്ഞാൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സമയം കിട്ടുകയില്ല. ഒന്നാമത് വെർച്വൽ ക്ലാസ് ആയിരിക്കും ഇപ്പം നടക്കാൻ പോകുന്നത്, ഓൺലൈൻ ക്ലാസ് ആയിരിക്കും നടക്കാൻ പോകുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അധ്യാപകർക്ക് കഴിയില്ല. അതുകൊണ്ട് യു മസ്റ്റ് തറോ വിത്ത് ലീഗൽ ടേംസ്. റേഷ്യോ ഡെസിഡൻറ്റി മീൻസ് റീസൺ ഫോർ ഡിസിഷൻസ്. അടുത്തത്, ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ. Who said this word? Austin. Law is the command of the sovereign. ലോ എന്ന് പറയുന്നത് സോവറിൻ. എന്തുവാ മക്കളെ സോവറിൻ? പരമാധികാരി. കേരളത്തിൻ്റെ പരമാധികാരിയാണ് നമ്മുടെ നിയമസഭ. നിയമസഭയുടെ കൽപ്പനയാണ് നിയമം. ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ. ഇന്ത്യയുടെ പരമാധികാരി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ്. എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡൻറ്റുമാണ്. ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദ സോവറിൻ. ഭരണാധികാരിയുടെ കൽപ്പനയാണ് നിയമം എന്ന് പറഞ്ഞത് ആരാ? ഓസ്റ്റിനാണ്. സാൽമണ്ട് നിയമത്തിനെ കുറിച്ച് പറഞ്ഞതും സാങ്വി നിയമത്തിനെ കുറിച്ച് പറഞ്ഞതും സാങ്നി, ബന്ധാം നിയമത്തിനെ കുറിച്ച് പറഞ്ഞു അന്ന് പറഞ്ഞു തന്നായിരുന്നു. ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഓർമ്മയുണ്ട് സർ. ആ ശരി, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളെന്തോ പറഞ്ഞേ? റേഷ്യോ ഡിസിഡൻറ്റി, റീസൺ ഫോർ ഡിസിഷൻ, ലോ ഈസ് ദ കമാൻഡ് ഓഫ് സോവറിൻ, സെഡ് ബൈ ഓസ്റ്റിൻ. 4 പേരും ഒന്ന് വായിച്ചേ. അഞ്ജുഷ വായിക്കാദ്യം. Ratio decidendi means reason of decision. അടുത്തേ പോയോ? ദിയ വായിക്ക്. അഞ്ജുഷ ലൈനിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. Ratio decidendi means reason of decisions. Law is the command of the sovereign. Who said this? Austin. Yes. Ratio decidendi means reason of decision. Law is the command of the sovereign by Austin. Yes. കാർത്തികമോൾ വായിച്ചേ. Ratio decidendi means reason of decision. Law is the command of sovereign. Who said this? Austin. യെസ്. അപ്പോൾ അടുത്ത 2 നമുക്ക് 2 വീതം പഠിക്കാം. അപ്പോൾ എനിക്കിങ്ങനെ മറിച്ച് നോക്കുകയും വേണ്ട. ഓക്കെ. ദി ടേം ജൂറിസ്പ്രൂഡൻസ് മീൻസ്, അത് നമ്മൾ പഠിച്ചായിരുന്നില്ലേ? എന്താ? നോളജ് ഓഫ് ലോ. ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഫിലോസഫി ഓഫ് ലോ അല്ലേ?
sir. ഫിലോസഫി ഓഫ് ലോ. അത് പോട്ടെ, നമ്മൾ പഠിക്കാം. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഇവിടെ മൂലം നമ്മൾ പഠിക്കാനുള്ളത്. എന്താ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കേരളത്തിൽ ആവശ്യമുള്ള നിയമം ഉണ്ടാക്കേണ്ട നിയമസഭയാണ്. പക്ഷേ ഒരു പോസ്റ്റ്മോർട്ടം എങ്ങനെ നടത്തണം, മരിച്ച ഒരു ഡെഡ് ബോഡി എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞാണ് നിയമം ഉണ്ടാക്കുന്നത്. MLA-മാർക്ക് അറിയാമോ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ? ഇല്ല. അപ്പോൾ അതാരെ ഏൽപ്പിക്കും? Hospital doctors. പോസ്റ്റ്മോർട്ടം നടത്തി സ്പെഷ്യലൈസായ ഡോക്ടർമാരെ ഏൽപ്പിക്കും, അല്ലേ? അങ്ങനെ ഒരു കമ്മിറ്റി അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി നിയമസഭയ്ക്ക് കൊടുക്കും. നിയമസഭ വേറൊരു കമ്മിറ്റിയെ വെച്ച് അത് പഠിക്കും. എന്നിട്ട് പറയും കൊള്ളാം, നിങ്ങളുണ്ടാക്കിയ നിയമം കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിക്കും. ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായി സർ. യെസ്. എനി ഡൗട്ട് ആർക്കെങ്കിലും? സാർ ഒന്നുകൂടി പറയൂ. യെസ്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചു. ഇപ്പോൾ നിയമം ഉണ്ടാക്കുക ആരുടെ പണിയാണ്? നിയമസഭയുടെ പണിയാ, അല്ലേ? അല്ലേ? അതെ സർ. അതെ. പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതുമായി സംബന്ധിച്ച് ഒത്തിരി ആക്ഷേപങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഒന്ന്, ജിഷയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വീഡിയോഗ്രാഫി ചെയ്യണം, വീഡിയോഗ്രാഫി ചെയ്തില്ല. രണ്ടാമത്, അസ്വാഭാവിക മരണം സംഭവിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ ആ ബോഡി കത്തിക്കാൻ പാടില്ല, കുഴിച്ചിടുകയേ ചെയ്യാവൂ. ഇതിനൊക്കെ ഒത്തിരി റൂൾസുണ്ട്. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിസറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലിവറും അതുപോലെ കുറച്ച് ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റും. വിസറ, നമ്മുടെ അന്നനാളം എന്ന് പറഞ്ഞാൽ ഫുഡ് താഴേക്ക് പോകുന്നൊരു കുഴലുണ്ട്, അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുമല്ല അവർ പരിശോധനയ്ക്കായി. പിന്നീട് നമ്മുടെ ആമാശയം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ചെന്ന് കിടക്കുന്ന വലിയ സഞ്ചി, അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റും. ഒന്ന് ഫുഡ് പാർട്ടുകൾ ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്യും. പിന്നീട് നമ്മളെ ലാർജ് ഇൻഡസ്റ്റൈൻ ആൻഡ് സ്മോൾ ഇൻഡസ്റ്റൈൻ അത് എടുക്കും. പിന്നെ സ്ത്രീകളാണെങ്കിൽ സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ആ ഭാഗങ്ങളിൽ നിന്നും സാമ്പിൾ കളക്ട് ചെയ്യും. പുരുഷന്മാരാണെങ്കിലും സെക്ഷൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കളക്ഷൻ നടത്തും. നമ്മുടെ ശരീരത്തിൻ്റെ ഈച്ച് ആൻഡ് എവരി പാർട്ടും പരിശോധിക്കും. നമ്മുടെ ഹെയർ, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹെയർ എടുക്കും, മുടിയെടുക്കും. അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെ ഹെയർ ഉണ്ടോ അതെല്ലാം എടുക്കും. മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ, ഡെഡ് ബോഡിയിൽ നമ്മുടേതല്ലാത്ത എന്തെങ്കിലും ഹെയർ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അതിനാണ് പല സ്ഥലത്തു നിന്നും ഹെയർ എടുക്കുന്നത്. പിന്നെ സ്വെറ്റ്, വിയർപ്പ് വന്ന് അടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതെടുക്കും. ഇതെല്ലാം ഇങ്ങനെ ഓരോന്നും എടുക്കുന്നത് ഓരോരോ പഠനങ്ങൾക്ക് ശേഷമാണ്. ഇതെടുക്കുന്നതിനുള്ള നിയമം ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ഇവിടുത്തെ മെഡിക്കൽ സയൻസാണ്. നമ്മുടെ MLA-മാർക്ക് മെഡിക്കൽ സയൻസ് അറിയത്തില്ല. അപ്പോൾ ഈ മെഡിക്കൽ സയൻസ് അറിയാവുന്നവരാണ് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പോൾ മെഡിക്കൽ സയൻസിലെ എക്സ്പേർട്ടുകൾ ഉണ്ടാക്കുന്ന നിയമം, അതിന് എൻ്റെ കയ്യിൽ പുസ്തകം ഇരിപ്പുണ്ട്. കുറ്റകൃത്യങ്ങളുടെ വൈദ്യശാസ്ത്രം എന്നാണ് അതിൻ്റെ മലയാളത്തിലെ പേര്. കുറ്റകൃത്യങ്ങളുടെ വൈദ്യശാസ്ത്രം, ക്രിമിനൽ മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞ് ഒരു മലയാളി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എൻ്റെ കയ്യിലുണ്ട്, ഇംഗ്ലീഷും ഇരിപ്പുണ്ട്. കുറ്റകൃത്യങ്ങളുടെ വൈദ്യശാസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൈദ്യശാസ്ത്ര രംഗത്തെ
നിയമങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണൽസാണ്. ആ മെഡിക്കൽ പ്രൊഫഷണൽ നിർദ്ദേശങ്ങൾ എങ്ങോട്ട് കൊടുക്കും? നിയമസഭയെ കൊടുക്കും. നിയമസഭയിൽ ഈ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് വന്ന് സംസാരിക്കാൻ അവകാശമില്ല. നിയമസഭയിൽ MLA-മാർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ നിയമസഭയുടെ പുറത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് MLA-മാർക്ക് വിശദീകരണം കൊടുക്കും ഈ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ. ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? sir. എന്നിട്ട് നിയമം എവിടെ ചർച്ച ചെയ്യും? നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യും. എന്താ ചർച്ച ചെയ്യുന്നത്? MBBS ബിരുദം പോലും ഇല്ലാത്തതും മെഡിക്കൽ സയൻസിൽ ഈ അറിഞ്ഞുകൂടാത്തവരും മെഡിക്കൽ സയൻസിനെ കുറിച്ച് നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യും. എന്നിട്ട് എന്ത് പറയും? കൈയടിച്ച് പാസ്സാക്കും. ദാറ്റ് ഈസ് കോൾഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. മനസ്സിലായോ? നിയമസഭ ചെയ്യേണ്ട പണി നിയമസഭ വേറൊരാളെ ഏൽപ്പിക്കും. അവർ പണി ചെയ്യും. പണി ചെയ്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിന് നിയമം ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. പിടി കിട്ടിയോ? യെസ്. അതിനെ വേറൊരു പേര് അറിയപ്പെടും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. എന്ത് ലെജിസ്ലേഷൻ? Subordinate. ഞാൻ മെഡിക്കൽ ഫീൽഡ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. മെഡിക്കൽ ഫീൽഡെന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷവും നിയമനിർമ്മാണം നടക്കുന്നത് MLA-മാർക്ക് ഒരു അറിവും ഇല്ലാത്ത വിഷയങ്ങളിലാണ്. ഒരറിവും കാണുകയില്ല. ഒന്ന് കൺസ്ട്രക്ഷൻ മേഖല. MLA-മാർക്ക് വല്ല പിടിയുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം ഭൂമിയിൽ എത്രത്തോളം താഴ്ചയിൽ, എത്രത്തോളം വീതിയിൽ, എത്രത്തോളം നീളത്തിൽ ഫയലിംഗ് നടത്തിയാൽ മാത്രമേ ആ ഭൂമിയിൽ 18 നിലയ്ക്കൊരു ബിൽഡിങ് വെക്കാൻ പറ്റൂ എന്ന് MLA-മാർക്ക് അറിയുമോ? ഇല്ല. അത് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റും എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായിട്ടാണ് ആ ഭാഗങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത്. എന്നിട്ട് MLA-മാർ കൈയടിച്ച് പാസ്സാക്കും. അതുപോലെ ഇവിടെ നിയമനിർമ്മാണം നടക്കുന്ന എല്ലാ മേഖലകളിലും, ഞാനത് വിശദീകരിക്കുകയല്ല, MLA-മാർക്ക് വളരെ ജ്ഞാനം കുറവാണ്. കാരണം ബഹുഭൂരിപക്ഷ MLA-മാരും LLB ഇല്ലാത്തവരാണ്. നിയമത്തിൽ ഒരു പിടിയില്ലാത്തവരാണ്. ഓക്കെ? നിയമത്തിൽ ഒരു പിടി ഉണ്ടെങ്കിലും ശരി തന്നെ അവരാരും കോടതി വന്ന് നിയമം പ്രാക്ടീസ് ചെയ്യുന്നവരൊന്നുമല്ല. അപ്പോൾ MLA ആവുന്നതിന് മുമ്പും അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല, MLA ആയി കഴിഞ്ഞിട്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അപ്പോൾ നിയമവുമായി വലിയ പിടിയില്ലാത്തവരാണ് നിയമം ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും നല്ല ഗുണം. ഓക്കെ? അപ്പോൾ നമ്മളെന്തോ പറഞ്ഞേ? ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ ഈസ് കോൾഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇന്ത്യയിലെ സുപ്രീം ലെജിസ്ലേഷനാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? അതിന് മുകളിലേക്ക് ഒരു ലെജിസ്ലേഷൻ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ എന്ത് ലെജിസ്ലേഷൻ നടത്തിയാലും അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണോ എന്നാണ് നോക്കുന്നത്. നെക്സ്റ്റ് സെൻട്രൽ ലെജിസ്ലേഷൻ. സെൻട്രൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റിലാണ്? ലിസ്റ്റ് 1. അതിനെന്തോ പറയും? എന്ത് പറയും ലിസ്റ്റ് 1-നെ? യൂണിയൻ ലിസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് സെൻട്രൽ ലിസ്റ്റ്. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് സബ്ജക്റ്റിലാണ്? സ്റ്റേറ്റ് സബ്ജക്റ്റിലാണ്. അതിനെ ലിസ്റ്റ് 2 എന്ന് പറയും. എന്ത് ലിസ്റ്റാണ്? സ്റ്റേറ്റ് ലിസ്റ്റ്. ലിസ്റ്റ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഇടപെടാൻ പറ്റുന്ന ഒരു നിയമനിർമ്മാണമാണ് കൺകറൻറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട് കൺകറൻറ്റ് ലിസ്റ്റിൽ. നിയമം ഏതാണെന്നറിയാമോ മക്കളെ? ഇല്ല സാർ. നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ അല്ലേ? ആണോ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. യു മസ്റ്റ് റീഡ് ഇറ്റ്. 484 pages in English, 66 pages in Malayalam. It
it is available in the internet. Okay, national education policy, it is on the concurrent list. മനസ്സിലായോ? യെസ്. നെക്സ്റ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which one of the following features have not been borrowed from the constitution of United Kingdom? ഭയങ്കര ചോദ്യമായി പോയിട്ടു. താഴെ പറയുന്നതിൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ നോട്ട് ബോറോഡ് ഫ്രം ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് അറിയാവുന്നവർക്ക് മാത്രമേ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്ന് എടുക്കാത്തത് എന്താണെന്ന് മനസ്സിലാവൂ. പാർലമെൻ്ററി ടൈപ്പ് ഓഫ് ഗവൺമെൻറ് ഫ്രം യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടൻ. 2 houses of parliament ഫ്രം യുണൈറ്റഡ് കിങ്ഡം. അതിനെ നമ്മൾ പറയും ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ എന്ന് പറയും. എഴുതി വെച്ച് പഠിച്ചോണം. ടേം മാറി ചോദിച്ചാൽ എന്നെ പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. 2 houses ഓഫ് ദ പാർലമെൻറ്റിന് വേർപിടിക്കുന്ന വേറൊരു പേരാണ് ബൈ ക്യാമറൽ ലെജിസ്ലേഷൻ. മനസ്സിലായോ? അടുത്തത് പ്രിവിലേജസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്. ഇംഗ്ലണ്ടുകാരൊക്കെ നല്ല മര്യാദക്കാരാണ്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റേറിയന്മാർക്ക് ഒത്തിരി പ്രിവിലേജൊക്കെ കൊടുത്തു. ഇപ്പോൾ അന്ന് ഇംഗ്ലണ്ട് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പം ഡോക്ടർ അംബേദ്കറും ടീമും മനസ്സിലാക്കി എന്താണെന്ന് അറിയാമോ? ഇന്ത്യയിലെ എം പിമാരും നല്ല മാന്യന്മാരായിരിക്കും എന്ന്. പ്രിവിലേജ് കൊടുത്തപ്പോൾ അത് മൊത്തം പണിയാക്കി തന്നു. ഈ പ്രിവിലേജുകളെല്ലാം അവരുപയോഗിച്ചുകൊണ്ട് എം പിമാരെല്ലാം സമ്പന്നന്മാരായി, MLA മാരും. അത് വേറെ കാര്യം. സുപ്രീം കോർട്ട് അതും എവിടുന്നാണ് എടുത്തേ? ബ്രിട്ടീനിലാണ് എടുത്തത്. എന്നിട്ട് പറയുകയാണ് ഇംഗ്ലീഷുകാർ നമ്മളെ ചൂഷണം ചെയ്തത്. സുപ്രീം കോർട്ട് അതിന് എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞു? സുപ്രീം കോർട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. ശരി, എൻ്റെ കയ്യിൽ നിന്ന് പോയതാ, സോറി. അപ്പോൾ സുപ്രീം കോർട്ടാണ് എവിടെ നിന്ന് എടുക്കാറുണ്ട്. സുപ്രീം കോർട്ട് എവിടെ നിന്നാണ് എടുത്തേ? അതറിയണമല്ലോ. എവിടെ നിന്ന് എടുത്ത മക്കളെ? ജുഡീഷ്യറി എടുത്തേക്കണ മറ്റേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ വന്നത് ജുഡീഷ്യറി എടുത്തേക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നതിന് അതിന് ഏതെങ്കിലും രാജ്യത്തെ അഡ്രസ്സ് ചെയ്തിട്ടാണല്ലോ എടുത്തേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില്ലേ, ഞാൻ നോക്കി പറഞ്ഞേ. USA കേട്ടോ. USA കോടതിയുടെ പേരെന്താ? ഫെഡറൽ കോർട്ട്. റൈറ്റ്, ഫെഡറൽ കോർട്ട്. ഫെഡറൽ കോർട്ടിൻ്റെ അതിനെയാണ് സുപ്രീം കോർട്ട് എന്ന് പറയുന്നത്. ആ ഫെഡറൽ കോർട്ടിന് സമാനമായിട്ടാണ് ഇന്ത്യയിലേക്ക് എന്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്? സുപ്രീം കോർട്ടിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് USA നിന്നാണ് എടുത്തത്. ബാക്കി ബഹുഭൂരിപക്ഷവും തത്വസംഹിതകളും എടുത്തിട്ടുള്ളത് എവിടുന്നാ? ബ്രിട്ടൻ. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേര് 2 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അഞ്ജുഷ മോളെ. 1 and 6
Which one of the following features we have not borrowed from the Constitution of the United Kingdom? ഉം. Answer: Supreme Court. ആ അപ്പോൾ ബാക്കി 3 പേര് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വായിപ്പിക്കാം കേട്ടോ. Fundamental rights in our constitutions are inspired by the Constitution of DATS. A. United States of America. ഫണ്ടമെൻ്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ, അത് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ബിൽ ഓഫ് റൈറ്റിൽ നിന്നാണ് വന്നത്. ബിൽ ഓഫ് റൈറ്റ് കേട്ടോ. പിടികിട്ടിയോ? ആരും മിണ്ടുന്നില്ലല്ലോ. ആ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് വന്നത്. അടുത്തത് 118. ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡ വി ഹാവ് ബോറോഡ് ദ സ്കീം ഓഫ് അവർ ഡാഷ്. കാനഡയിൽ നിന്ന് എന്താ വാങ്ങിയേ? ഫെഡറേഷൻ. കാനഡ എന്ന് പറഞ്ഞാൽ ഏതാണ്? യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഒരു ഘടകരാജ്യമാണ്, അംഗരാജ്യമാണ് കാനഡ കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ എന്തെടുത്തത്? ഫെഡറേഷൻ എടുത്തത്. അപ്പോൾ കാനഡ ഒരു സെപ്പറേറ്റ് കൺട്രി അല്ല സർ? കൺട്രി ആണോ? യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നില്ലേ? നോർത്ത് അമേരിക്കയിലെ ഒരു കൺട്രി അല്ല സർ? ആ അങ്ങനെ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? അത് വേറൊരു രാജ്യം. യൂണിയൻ ഓഫ് USA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഒന്നിലധികം രാജ്യങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ്. ഒന്നിലധികം സ്റ്റേറ്റ്സ്? ആ അത് തന്നെ, ഒന്നിലധികം സ്റ്റേറ്റുകൾ ചേർന്ന ഒരു രാജ്യമാണ്. 50 സ്റ്റേറ്റില്ലേ? 50 സ്റ്റേറ്റില്ലേ? ആ കേരളത്തില്, സോറി കേരളത്തിലല്ല, ഇന്ത്യയിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് പോലെ ഒന്നിലധികം സ്റ്റേറ്റ്സുകൾ ചേർന്ന ഒരു രാജ്യമാണ്. അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. ശരി, നമ്മൾ അത് പ്രത്യേക രാജ്യമാണ്. ഏതാ? കാനഡ. കാനഡയിൽ നിന്നാണ് നമ്മൾ എന്തെടുത്തത്? ഫെഡറേഷൻ എടുത്തത് അല്ലേ? കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫെഡറേഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങ് വേഗമായിട്ട് പഠിച്ചാൽ പോരാ. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചോദിച്ചല്ലേ? അല്ലേ? അപ്പോൾ ആ പാർട്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്ന പാർട്ട് പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓരോന്നും ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തു എന്നും കൂടി വ്യക്തമായി പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ നമ്മൾ കറക്കി കുത്താൻ നിൽക്കും. കറക്കി കുത്തരുത്. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാ, ആ മാർക്ക് വേണ്ടെന്നെങ്കിൽ വിചാരിക്കണം. കിട്ടിയ മാർക്ക് പോകരുത്. ഇനി ഏത് മത്സര പരീക്ഷ എഴുതിയാലും ഇത് മാത്രമല്ല, LLB മാത്രമല്ല, മത്സര പരീക്ഷ ഇനി കിടക്കല്ല ജീവിതത്തിൽ. ഇനി മത്സരം തന്നെ ശരണം, ജോലി കിട്ടുന്നത് വരെ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ അഞ്ജുഷ മോളെ. 117. The fundamental rights in our Constitution are inspired by the Constitution of the United States. 118. From the Constitution of Canada, we have borrowed the scheme of our federation. Yes. ജിയമോള് വായിച്ചേ. The fundamental rights in our Constitution are inspired by the Constitution of United States. From the Constitution of Canada, we have borrowed the scheme of our federation. The fundamental rights in our Constitution are inspired by the Constitution of United States. From the Constitution of Canada, we have borrowed the scheme of federation. ആരാണ് മോളെ അവിടെ വന്നേ? താങ്കളുടെ വാച്ച്മാൻ ബഹളം ഉണ്ടാക്കുന്നു.
അറിയില്ല സർ, ഞാൻ അകത്താണ് ഇരിക്കുന്നത്. ശരി ശരി ആയിക്കോട്ടെ. അവിടെ ആരോ വന്ന് താങ്കളുടെ വാച്ച്മാൻ ഹൂ വാട്ട് എന്നൊക്കെ ചോദിക്കുന്ന കേട്ടില്ല. ആ കാർത്തിക മോള് വായിച്ചില്ലല്ലോ. വായിക്കൂ കേൾക്കട്ടെ. The fundamental rights in our Constitution are inspired by the Constitution of the United States. From the Constitution of Canada, we have borrowed the scheme of our federation. യെസ്. അടുത്തെന്താ? ഒത്തിരി കയറി പേടിച്ചപ്പോഴേ. സാർ 119 സാർ. 118 നോക്കണ്ടല്ലേ? അല്ല അത് നമ്മൾ 119. 119 ആണ് നോക്കണ്ടല്ലേ? ആ റൈറ്റ്. ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു ബോധമില്ല. ഇപ്പം ബോധം പോയ ലക്ഷണമാണ്. യെസ്. നോക്കൂ. ക്വസ്റ്റ്യൻ 119. ഇൻ ഇന്ത്യ ദ ജുഡീഷ്യറി ഈസ് ഡാഷ് ഇൻഡിപെൻഡൻറ്റ് അണ്ടർ ദ പാർലമെൻറ്റ്, അണ്ടർ ദ പ്രസിഡൻറ്റ്, അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ. എന്തുവാ ആൻസർ? ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ്റോ ജുഡീഷ്യറിയിൽ ഇടപെടത്തില്ല എന്നാണ്. ഇപ്പോൾ അടുത്ത കാലത്തെ സംഭവങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഡൽഹി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അവിടുത്തെ DGPയെ വിളിച്ചു പറഞ്ഞു കേസെടുക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം കേസെടുക്കണമെന്ന് ഉത്തരവിൽ ഒപ്പിട്ടിട്ട് വീട്ടിൽ പോയി 5 മണിയായപ്പോൾ. പിറ്റേ ദിവസം 10:15 ഹൈക്കോടതി കൂടുന്നത്. ഡൽഹി ഹൈക്കോടതിയുടെ ചീഫാണെന്ന് ഓർക്കണം. രാത്രി 12 മണിക്ക് അദ്ദേഹത്തിനെ ബീഹാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ബീഹാറിലെ ജഡ്ജിയെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ബീഹാറിലെ ജഡ്ജി ഡൽഹിയിൽ വന്ന് ചാർജ് എടുത്ത് രാത്രി 12 മണിക്ക്. ഈസ് ഇറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി? നോ. അപ്പോൾ പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇറ്റ് ഈസ് നൗ അറ്റ് പ്രസൻറ്റ് പുസ്തകത്തെ മാത്രമേ ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി ഉള്ളൂ. ഇൻ പ്രാക്ടീസ് ദർ ഈസ് നോ ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി. മാത്രമല്ല രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ജഡ്ജി റിട്ടയർ ചെയ്തു. 30 ദിവസത്തിനകം അദ്ദേഹം ഇന്ത്യയുടെ പാർലമെൻറ്റിലെ, അതായത് രാജ്യസഭയിലെ MP ആയി മാറി. അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്ന് വാർത്ത വരുന്നു. ഈസ് ഇറ്റ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി? നോ. പക്ഷേ നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതണം, എങ്കിലേ നിങ്ങൾ ജയിക്കൂ. എന്തോന്നാ? ഇൻ ഇന്ത്യ ദ ജുഡീഷ്യറി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ജുഡീഷ്യറി. രാഷ്ട്രീയക്കാരെ നോക്കിയിട്ടല്ല ജുഡീഷ്യറി പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. അടുത്ത് 120 എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെഡറൽ ഫീച്ചർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഏതാണ് ഫെഡറൽ ഫീച്ചർ? ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ ഓഫ് പവർ, ഫെഡറേഷൻ. അവിടെ വേർഡ് മീനിങ് എഴുതി വെച്ചോ. ഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഫെഡറേഷൻ ഈസ് അതർവൈസ് കോൾഡ് ഡിവിഷൻ ഓഫ് പവർ. ഡിവിഷൻ ഓഫ് പവർ ഇല്ലെങ്കിൽ നോ ഫെഡറേഷൻ, ഒള്ളി റേഷൻ. അവർ തന്നാ മേടിക്കാം. ഡിവിഷൻ ഓഫ് പവർ. സ്റ്റേറ്റ് ഗവൺമെൻറ് കുറച്ച് അധികാരങ്ങളുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും കുറച്ച് അധികാരങ്ങളുണ്ട്.
സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റും ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ഫെഡറേഷൻ. അങ്ങനെ ഫെഡറേഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ റേഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ തരുന്ന മേടിച്ചോ. സിംഗിൾ സിറ്റിസൺഷിപ്പ് ഫെഡറേഷൻ ആണോ? അല്ല. സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫെഡറേഷൻ ആണോ? അല്ല. ഡബിൾ സെറ്റ് ഓഫ് ഗവൺമെൻറ് അറ്റ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ, ഇറ്റ് ഈസ് ഫെഡറേഷൻ. ഡബിൾ സെറ്റ് ഓഫ് ഗവൺമെൻറ്, ഡിവിഷൻ ഓഫ് പവർ, ദാറ്റ് ഈസ് ഫെഡറേഷൻ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പോൾ അഞ്ജുഷ വായിച്ചേ. 119. In India, the judiciary is independent. 120. Which one of the following is a federal feature of our constitution? Double set of government at national and state level. മക്കളെ, ഞാനൊരു ഫോൺ എടുത്തോട്ടെ, ആരോ വിളിക്കുന്നു. എന്തോ മക്കളെ പറഞ്ഞേ? 120 അല്ലേ? അതെ സർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫെഡറൽ ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡബിൾ സെറ്റ് ഓഫ് ഗവൺമെന്റ്? ആരൊക്കെ വായിച്ച്? ഞാൻ മാത്രമേ വായിച്ചുള്ളൂ സർ. ദിയമോള് വായിച്ചേ. 119. In India, the judiciary is independent. 120. Which one of the following is a federal feature of our constitution? Double set of government at national and state level. യെസ് യെസ്. ജൂലിയമോള് വായിച്ചേ. In India, the judiciary is independent. Which of the following is a federal feature of our constitution? Double set of government at national and state level. യെസ് യെസ് യെസ്. മനസ്സിലായോ? കാർത്തിമോള് വായിച്ചേ. In India, the judiciary is independent. Which one of the following is a federal feature for our constitution? Double set of government at national and state level. റൈറ്റ്. അപ്പോൾ അടുത്തത് 121 അല്ലേ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പബ്ലിക് ഓഫീസേഴ്സ് ക്യാൻ ബി ഹെൽഡ് ഓൺലി ബൈ സിറ്റിസൺ ഓഫ് ഇന്ത്യ? ആരൊക്കെ ആയിരിക്കണം? പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അറ്റോർണി ജനറൽ ആൻഡ് ഇന്ത്യൻ ഓഫ് ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. അപ്പോൾ ഓൾ ദി എബോവ് അല്ലേ? മനസ്സിലായോ? മനസ്സിലായി സർ. യെസ്. അപ്പോൾ നോക്കൂ അടുത്തത് 122. The fundamental rights can be suspended during emergency by the President of India under Article dash 359 of the Constitution of India. 359 of the Constitution of India. മനസ്സിലായോ? മനസ്സിലായോ? സർ. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാം. ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യാം. എക്സെപ്റ്റ് ഏതൊക്കെയാ? ആർട്ടിക്കിൾ 21 അല്ലേ? അതെ സർ. അത് ഫണ്ടമെന്റൽ റൈറ്റ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ എക്സെപ്റ്റ് ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 14 സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? മനസ്സിലായോ? സർ. യെസ്. For 122, the fundamental rights can be suspended during the emergency by the President of India
under Article 359 of the Constitution of India. അടുത്തത് 123. Which of the following article does not confer right on every person? എല്ലാവർക്കും ഇല്ലാത്ത അധികാരം ഏതാണ്? നോട്ട് കൺഫർ റൈറ്റ് ഓൺ എവരി പേഴ്സൺ. ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 എന്താ? ഇതാ മക്കളെ ആർട്ടിക്കിൾ 19. Expression. എന്താ ജൂലിയ മോളെ? Right to freedom. ഫ്രീഡം ഓഫ് Speech and expression. Speech and expression. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർക്ക് മാത്രമേ ഉള്ളൂ? സിറ്റിസണ് മാത്രമേ ഉള്ളൂ, പേഴ്സൺ ഇല്ല. ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല അവിടെ പേഴ്സൺ ആണോ സിറ്റിസൺ ആണോ. പിടി കിട്ടിയോ? പ്രൊട്ടക്ഷൻ ഓഫ് സർട്ടൺ റൈറ്റ് റിഗാർഡിങ് ഫ്രീഡം ഓഫ് സ്പീച്ച്. അതിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്: ഓൾ സിറ്റിസൺ ഷാൽ ഹാവ് ദ റൈറ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. ഓൾ പേഴ്സൺ ഹാവ് ദ റൈറ്റ് എന്നല്ല. ആ പേഴ്സൺ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലാണ് ആ ക്വസ്റ്റ്യൻ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ആർട്ടിക്കിൾ 19 only for citizen, Article 14 for all person, Article 21 for all person, Article 32 സിറ്റിസണ് വേണ്ടി മാത്രമാണ് കേട്ടോ. ആർട്ടിക്കിൾ 32 എടുത്ത് നോക്കട്ടെ, പേഴ്സൺ ആണോ സിറ്റിസൺ ആണോ എന്ന് എഴുതുന്നത്. 32 അവിടെ സിറ്റിസൺ എന്നും പേഴ്സൺ എന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല കേട്ടോ. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, സിറ്റിസണാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ളത് കേട്ടോ. ഇക്വാളിറ്റി ബിഫോർ ലോ എല്ലാവർക്കും ഉണ്ട്, റൈറ്റ് ടു ലൈഫ് എല്ലാവർക്കും ഉണ്ട്. ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ് ആർക്ക് മാത്രമേ ഉള്ളൂ? ആർക്കും എല്ലാവർക്കും ഉണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ് കേട്ടോ. അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സിറ്റിസൺ എന്ന പദം എവിടെ ഉപയോഗിച്ചിട്ടുണ്ട്? ആർട്ടിക്കിൾ 19 ഉപയോഗിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 സിറ്റിസൺ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. 21 ഉപയോഗിച്ചില്ല. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ സിറ്റിസൺ എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. അവർ ഒറ്റ വാക്കാണ് അവിടുത്തെ ട്വിസ്റ്റ്. മനസ്സിലായോ? മനസ്സിലായി സാർ. വായിച്ചോ. വായിക്കൂ അഞ്ജുഷ മോളെ. 121. Which of the following public offices can be held only by the citizen of India? All of the above. 122. Fundamental right can be suspended during an emergency by the President of India under Article 359 of Indian Constitution. 123. Which of the following articles does not confer rights on every person? Article 19. Right to freedom of speech and expression. Yes. അടുത്ത ആൾ വായിച്ചേ. സാർ 121 ഒന്ന് കാണിക്കോ? എന്തിനാ? അത് വേണ്ട, ഇത് രണ്ടും വായിച്ചാൽ മതി. വേണ്ട, കുഴപ്പമില്ല. 122. The fundamental rights can be suspended during an emergency by the President of India under Article 359 of Indian Constitution. 123. Which of the following article does not confer rights on every person? Article 19. Yes. അടുത്ത ആൾ വായിച്ചേ. The fundamental rights can be suspended during an emergency by the President of India under Article 359 of the Indian Constitution. Which of the following articles does not confer rights on every person? Article 19. Yes. കാർത്തി മോള് വായിച്ചേ.
The fundamental rights can be suspended during an emergency by the President of India under Article 359 of the Indian Constitution. Which one of the following article does not confer rights on every person? Article 19. മനസ്സിലായോ? Master. യെസ്. അടുത്ത എന്തുവാ? 124. Untouchabilities in any form base has been declared as unconstitutional under Article 17. മനസ്സിലായോ? അതിനകത്ത് പറഞ്ഞേക്കുന്നതാണ് അൺടച്ചബിളി അറ്റ് എനി ഫോം ഈസ് ആൻ ഒഫൻസ് എന്നാണ് പറഞ്ഞത്. അൺടച്ചബിലിറ്റി അറ്റ് എനി ഫോം ഈസ് ആൻ ഒഫൻസ്. 125. ആർട്ടിക്കിൾ 18 എന്താ മക്കളെ പറയുന്നേ? Equality in public employment. അത് 16 പറയുന്നത്. അതെ. Abolition of titles. യെസ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. നമ്മൾ സ്വന്തമായി രാജാ വിജയസിംഹ എന്നൊന്നും പേര് വെക്കാൻ പറ്റുക. മനസ്സിലായോ? 17 എന്താ മക്കളെ പറയുന്നത്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അല്ലേ? 16 എന്താ പറയുന്നേ? യൂരിയ മോളെ. Equality in matters of public employment. മേടിക്ക്. 15 The discrimination against discrimination. ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഡിസെന്റ് അല്ലേ? യെസ്, ഇതൊക്കെ പഠിച്ചുകൊണ്ട് പോകണം. പുടി കിട്ടിയോ? അടുത്തത് കൾച്ചറൽ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഹാസ് ബീൻ ഡെൽറ്റ് അണ്ടർ ആർട്ടിക്കിൾ ഡാഷ് 30 to 31. 31 to 32 എന്ന് പറഞ്ഞേ. 31 and 32. 32 എന്ന് പറയുന്നേ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണോ? അതെ. നിങ്ങൾ എന്തുവാ മക്കളെ കേട്ടോണ്ടിരിക്കുന്നത്? അതെ സാർ. അതെ. 31 എന്താ പറഞ്ഞേക്കുന്നേ? കമ്പൽസറി അക്യൂസേഷൻ ഓഫ് പ്രോപ്പർട്ടി 31 അബോളിഷ്ഡ് അല്ലേ? എടുത്ത് വെളിയിൽ കളഞ്ഞു. കമ്പൽസറി അക്യൂസേഷൻ ഓഫ് പ്രോപ്പർട്ടി. ആ കേസ് ആരുടെ കേസ് പിന്തുടർന്നാണെന്ന് അറിയാമോ? കേരളത്തിലൊരു മഹാനുണ്ടായിരുന്നു, അയാൾ ഇന്നലെ മരിച്ചുപോയി. കേശവാനന്ദ ഭാരതി. കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു മഹാൻ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത കേസിന്റെ വെളിച്ചത്തിലാണ് 31 സ്ട്രക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞ്, എടുത്ത് വെളി കളഞ്ഞു, നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ആർട്ടിക്കിൾ 30 എന്താ? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്. എന്ത് റൈറ്റാ മൈനോറിറ്റി റൈറ്റ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിനെതിരെയാണ് ഇന്നൊരു വിഭാഗം ജനങ്ങൾ പറയുന്നത്. കണ്ടോ, മുസ്ലിങ്ങൾക്ക് ഒത്തിരി സ്കൂളില്ലേ, ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി സ്കൂളില്ലേ, നമുക്കെന്തോ ഉണ്ട് എന്ന് ചോദിക്കുന്നത്. നമ്മൾ സ്കൂളുണ്ടാക്കണം. മുസ്ലിങ്ങൾക്ക് സ്കൂളുണ്ട്, ക്രിസ്ത്യാനിക്ക് സ്കൂളുണ്ടെന്ന് പറഞ്ഞ് നെഞ്ചത്തിടിച്ച് ആ സ്കൂളുണ്ടാവൂ? സ്കൂളുണ്ടാക്കണം. മനസ്സിലായോ? അടുത്തത് 29 എന്താ മക്കളെ? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. 29 പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ഇവിടെ മതന്യൂനപക്ഷമെന്ന് പറയുന്നവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവകാശമാണ് 29. കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നായിരുന്നു. നമ്മുടെ ബഹുമാന്യനായ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോൾ എന്തു ചെയ്തു? സ്വാശ്രയ കോളേജിനെ നിയന്ത്രിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ബില്ല് കൊണ്ടുവന്നു. അത് നിയമസഭ വൻഭൂരിപക്ഷത്തോടെ പാസ്സാക്കി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കേസാണ്. ആ കേസിന് മുസ്ലിം മാനേജ്മെൻറ്റുകളും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും കൂടെ ഹൈക്കോടതിയിലെ ഒരു ഡിവിഷൻ ബെഞ്ച് കൊണ്ട്, ഡിവിഷനല്ല, ഒരു സിംഗിൾ ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ട് കേസ് കൊടുത്തു. 141 MLA പാസ്സാക്കിയ നിയമമാണെന്ന് ഓർക്കണം. ആ സിംഗിൾ ജഡ്ജി ആ കേസ് കേട്ടു.
4-5 ദിവസം ഇരുന്ന് കേട്ടു ഉച്ച കഴിഞ്ഞ്. എന്നിട്ട് അദ്ദേഹം ആ നിയമത്തിനെ റദ്ദ് ചെയ്തു. റദ്ദിയിട്ട് പറഞ്ഞ് കേരള നിയമസഭ മേല ഇതുപോലെ കോടതിയുടെ സമയം മെനക്കെടുത്ത നിയമം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. മനസ്സിലായോ? 140 MLA-മാരുടെ തീരുമാനത്തിനെ ഒരു സിംഗിൾ ജഡ്ജി റദ്ദ് ചെയ്തു. അത് ഡിവിഷൻ ബെഞ്ചിൽ പോയി. അന്ന് BK ബാലി എന്ന് പറയുന്നൊരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കേരള ഹൈക്കോടതിയിലിരുന്നത്. അദ്ദേഹവും സിംഗിൾ ജഡ്ജിയുടെ വിധി ശരിയാണെന്ന് പറഞ്ഞു. BK ബാലി കൈക്കൂലി മേടിച്ചിട്ടാണ് വിധി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് BK ബാലിയെ പ്രതീകാത്മകമായി നാട് കടത്തിയിരുന്നു. രണ്ടാമത് നിങ്ങൾ ഓർക്കണം, കേരളത്തിലെ രാഷ്ട്രീയക്കാർ ചെയ്ത് എന്തുവന്നു. രണ്ടാമത് ഹൈക്കോടതിയുടെ മുന്നിൽ നിരാഹാരം കിടന്നു, സമരം, വിധി മാറ്റാൻ. എന്നിട്ട് എന്ത് ചെയ്തു? കേരള ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തു? കേരളത്തിലെ സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവ് ശരിയാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയുടെ മുമ്പിൽ സമരത്തിന് പോയില്ല. കാര്യം എന്താണെന്നറിയാമോ? കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ആൾക്കാർ നിൽക്കുന്നത് ലാത്തിയായിട്ടാണ്, പോലീസുകാർ. സുപ്രീം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത് AK-47 കൊണ്ടാണ്. അവിടെ സമരം ചെയ്താലേ ഉണ്ട മേടിച്ചുകൊണ്ട് വരാൻ പറ്റും. അതുകൊണ്ട് പോയില്ല. സുപ്രീം കോടതി ജഡ്ജിയെ നാട് കടത്തിയില്ല. കാര്യം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കും, 6 മാസം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? 29, 30, ഇനി ഏതാ പറഞ്ഞത്? 33. ഇതൊക്കെ എഴുതി വെക്കണം. ഞാനീ പറഞ്ഞ കഥയല്ല. 33-ൽ എന്ത് പറയുന്നു എഴുതി വെക്കണം. സാർ, 29 ഒന്നും കൂടി പറയാവോ? അതിനെന്താ അങ്ങനെ ചോദിക്കുന്നത്? പറയാമല്ലോ. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്. ആരാ മൈനോറിറ്റി? മൈനോറിറ്റീസ് മീൻസ് റിലീജിയസ് മൈനോറിറ്റി. മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ആർ മൈനോറിറ്റീസ്. ഓൾ അതർ റിലീജിയൻ ആർ ദ വെർഷൻ ഓഫ് ഹിന്ദു റിലീജിയൻ എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. സിഖുകാരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ വെർഷൻ ഓഫ് ഹിന്ദു റിലീജിയൻ. ബുദ്ധമതക്കാരനുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അനദർ വെർഷൻ ഓഫ് ഹിന്ദു റിലീജിയൻ. ജൈനമതക്കാരനുണ്ടെങ്കിൽ അനദർ വെർഷൻ ഓഫ് ഹിന്ദു റിലീജിയൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ആരെ മൈനോറിറ്റി ആക്കിയത്? മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മൈനോറിറ്റി ആക്കിയത്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക എന്ന് പറയുന്നത് ഇത് ഹയസ്റ്റ് സ്റ്റഡി ഇൻ ഇന്ത്യ. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പഠനം. ഓക്കെ, അടുത്ത് നോക്കൂ. 33. എന്താണ് 33? 32 എന്തുവാ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. 33 എന്താ? മക്കളെ, പവർ ഓഫ് ദ പാർലമെന്റ് ടു മോഡിഫൈ റൈറ്റ്സ് കൺഫേർഡ് ഇൻ ദ പാർട്ട് ഇൻ ദെയർ ആപ്ലിക്കേഷൻ ആൻഡ് ഫോഴ്സസ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട് എന്ന് കരുതി സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും കയറി അങ്ങനെ വിനിയോഗിക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അടങ്ങിയിരുന്നു ഭരിച്ചോണം, സർക്കാർ ഉദ്യോഗം ചെയ്തോണം. സർക്കാരിൻ്റെ പട്ടാളക്കാരനായാലും എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ചാടരുത്, മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം എന്ന് പറയുന്നതാണ് ഏതാ? ആർട്ടിക്കിൾ 33. പവർ ഓഫ് ദ പാർലമെൻറ്റ് മോഡിഫൈ റൈറ്റ് കൺഫേർഡ് ദ പാർലമെൻറ്റ് ഇൻ ദെയർ ആപ്ലിക്കേഷൻ ടു ഫോഴ്സസ്. കേന്ദ്ര സർക്കാരിന് ഒത്തിരി സൈന്യമുണ്ട്. സൈന്യത്തിനെല്ലാം ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നുമില്ല. മര്യാദയ്ക്ക് ഇരുന്നോണം സർക്കാർ സർവീസ് ഇരിക്കുന്ന കാലത്തോളം. അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അത് 34 എന്താ പറഞ്ഞേക്കുന്നത്? റെസ്ട്രിക്ഷൻസ് ഓൺ റൈറ്റ്സ് കൺഫേർഡ് ദിസ് പാർട്ട് വൈൽ മാർഷൽ ലോ ഈസ് ഇൻ ഫോഴ്സ് ഇൻ എനി ഏരിയ. എന്താ മാർഷൽ ലോ? പട്ടാള നിയമം. പട്ടാള നിയമം ഇന്ത്യയിൽ എവിടെയാണോ പ്രയോഗിക്കുന്നത് അങ്ങനെ പ്രയോഗിച്ചാൽ ഫണ്ടമെൻ്റൽ റൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കും. എക്സെപ്റ്റ് 2 things, 21 and 14. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ മക്കള് രണ്ടെണ്ണം ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. 124. Untouchability in any form has been declared as unconstitutional under Article 17. Yes. 125. Cultural and educational rights have been dealt with under Articles 29 and 30. Yes. അടുത്ത ആൾ വായിച്ചേ.
124. Untouchability in form any has been declared as unconstitutional under Article 17. 125. Cultural and educational rights have been dealt with under Article 29 and 30. യെസ്. അടുത്ത ആൾ വായിച്ചേ. Untouchability in any form has been declared as unconstitutional under Article 17. Cultural and educational rights have been dealt with under Article 29 and 30. യെസ്. കറക്റ്റ് വായിച്ചേ. Untouchability in any form has been declared as unconstitutional under Article 17. ഉം. Culture and educational rights have been dealt with under Articles 29 and 30. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് നിർത്തുകയാണ്. നാളെ എല്ലാവരും കറക്റ്റ് 7 മണിക്ക് മുമ്പേ തന്നെ റെഡി ആയിട്ട് 7 മണിയാകുമ്പോൾ ലോഗിൻ ചെയ്യണം കേട്ടോ. കേട്ടോ? Sir. യെസ്. കറക്റ്റ് 7 മണിക്ക് തന്നെ വരണം. ഈ 7:30ക്കും 7:15 ഒന്നും നിൽക്കരുത്. 7 മണിക്ക് കറക്റ്റ് നിങ്ങൾ കയറിയിരിക്കണം. അഞ്ജുഷ മാത്രം വന്ന് ഞാൻ ലിങ്ക് ഇട്ടപ്പോഴേ കയറിയത് അഞ്ജുഷയാണ്. ബാക്കി എല്ലാവരെയും അഞ്ജുഷ വിളിച്ചു വരുത്തിയതാണ്. ഓക്കെ, ബൈ. Thank you, sir. Thank you, sir.